പാലക്കാട്ടിൽ നിന്നും ഒരു സംഘിക്കുട്ടന്റെ വെല്ലുവിളി. നിങ്ങൾ പലവരും ഈ വീഡിയോ കണ്ടതായിരിക്കാം, പക്ഷെ ഞാൻ ഇവന് മറുപടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാനത് പ്ലേ ചെയ്യുന്നു. ഏതൊരു ആദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയാണോ ശ്രീനിയേട്ടന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്? ഏതൊരു ആദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയിട്ടാണോ സഞ്ജിത്തിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്? ഏതൊരാദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകൻ അരുൺകുമാറിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്? ഏതൊരാദർശത്തെ ഈ മണ്ണിൽ ഊട്ടി ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ വിമലാദേവിയും രാധാകൃഷ്ണനും എല്ലാം വള്ളിക്കോട് മണികണ്ഠൻ ഉൾപ്പെടെ നിരവധി ബലിദാനികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്? എന്ത് വില കൊടുത്തും ഏതൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടും ആ ആദർശത്തെ പാലക്കാടിന്റെ മണ്ണിൽ ആഴ്ന്നിറക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പല ചുംബികളായ പാലക്കാടൻ കോട്ടകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, വീര കണ്ണകിയുടെ പിന്തുണ പുറക്കാരെന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഇവിടെ ഈ മണ്ണിൽ, പാലക്കാടിന്റെ മണ്ണിൽ ഈ കാവി പതാക, കുങ്കുമഹരിത പതാക. മതി 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 എന്റെ സംഘിക്കുട്ട, മതി. നമ്മുടെ രാഷ്ട്രപിതാവ് എങ്ങനെയാണ് മരണപ്പെട്ടു പോയതെന്ന് നിനക്കറിയോ? ഇനി നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ ചരിത്രം എടുത്തു വെച്ച് വായിക്ക്. ഇനി നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ നാട്ടില് ചരിത്രം അറിയുന്ന ഒരുപാട് പേരുണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്രപിതാവ് എങ്ങനെയാണ് മരണപ്പെട്ടു പോയതെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും കേട്ടാ. പിന്നെ ഈ മരിച്ചു പോയവരെ വിലപേശിക്കൊണ്ടുള്ള നിന്റെ ഈ ചാറ്റിലെ ഡയലോഗൊക്കെ വിട്ടിട്ട് നാട്ടിന് ഉപകാരമുള്ള, ജനങ്ങൾക്ക് ഉപകാരമുള്ള നാടിന്റെ വികസനത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കുക. അതിന് കഴിയില്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്. ഈ വെല്ലുവിളിയൊക്കെ നാലാക്കി മടക്കിട്ട് അങ്ങ് കഷ്ടത്ത് വെച്ചാൽ മതി. ഒരു തേങ്ങി നടക്കാൻ പോണില്ല എന്ന കാര്യം നമുക്കും അറിയാം, നിനക്കും അറിയാം, മറ്റു കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നീ അവിടെ ഇരുന്ന് ഈ ഡയലോഗ് അടിക്കണത് നിന്നെ കൂടിക്കാണുന്ന കുറച്ച് സംഖ്യകളെ സൂചിപ്പിക്കുക എന്നുള്ളത് എന്റെ ഉദ്ദേശം മാത്രമെന്ന് നമുക്കറിയാം. ചെല്ലു മോനെ പോ.